ഒലിവർ ജോ ആദവന് എല്ലാവിധമായ പഠനത്തിനുള്ള ആശംസകളും നേരുന്നു. ഫസ്റ്റ് ഒലിവർ മോൻ നല്ലപോലെ പഠിച്ച് നല്ല മിടുക്കനായി വളരണം. അമ്മച്ചിയുടെ എല്ലാവിധമായ ആശംസകളും നേർന്നുള്ളൂ. ഒലിവർ പഠിച്ച് നല്ല മോനായി വളരണം. ഒലിവറിൻ്റെ പഠനത്തിൻ്റെ തുടക്കത്തിന് അമ്മച്ചിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഹലോ ഒലിവർ, ഗുഡ് മോർണിംഗ്. ഓൾ ദ ബെസ്റ്റ്. സ്റ്റഡി വെൽ. ബി എ ഗുഡ് ബോയ്. ബി ഇൻ എവറിഥിങ് ഇൻ എ ഗുഡ് വേ. പ്രേ ടു ഗോഡ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫ്രം മൈ സൈഡ്. അപ്പാപ്പ. ഹായ് ഒലിവർ. ഈ അധ്യയന വർഷത്തിൽ LKG ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന ഒലിവർ മോന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായി പഠിക്കൂ, സന്തോഷമായി കളിക്കൂ, ഒരുപാട് നല്ല കൂട്ടുകാരെ ഉണ്ടാക്കൂ. Be happy, be smart and keep smiling. God bless you. Today is the beginning of a beautiful day, my son. To school, learn and grow up with happy memories. All the best. ഹായ് ഒലിവർ. ഒലിവറിന് എല്ലാവിധമായിട്ടുള്ള ഓൾ ദ ബെസ്റ്റ്. നിനക്ക് പപ്പയുടെയും അമ്മച്ചിമാരുടെയും അപ്പാപ്പൻ്റെ ജിത്തുമ്മയുടെ എല്ലാവരുടെയും വിഷസ് നിനക്ക് കിട്ടി. മെയിനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ നീ പഠിച്ച് വലിയ ആളാവുമ്പോൾ ഇവരുടെയൊക്കെ വിഷസ് ഉണ്ടായിട്ടാണെന്ന് നിനക്ക് ഓർക്കാനും കാണാനും വേണ്ടിയിട്ടാണ് കേട്ടോ. പഠിക്കാൻ പോകുന്ന പറ. അങ്ങനെ നമ്മുടെ ഒലിവർ നാളെ സ്കൂളിൽ പോവുകയാണ്. തലേ ദിവസം തന്നെ റിലേറ്റീവ്സ് അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒലിവറിന് ഓൾ ദി ബെസ്റ്റൊക്കെ ഫോണിൽ കൂടെയൊക്കെ പറയാനായിട്ടാണ് കേട്ടോ. അപ്പം ഇത് ഒലിവറിൻ്റെ ഫസ്റ്റ് ഡേ ഇൻ സ്കൂളിൻ്റെ വ്ളോഗാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നഗ്ലാചീന മൈ സ്റ്റൈൽ. തലേ ദിവസം തന്നെ ജിത്തുവും അമ്മയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പപ്പ രാവിലെയാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് തന്നെ രാവിലെയാണ് ഞാൻ ബാഗ് കാര്യങ്ങളൊക്കെ എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചത്. പപ്പയാണ് ഈ ബൈൻഡൊക്കെ ഇട്ട് തന്നത് കേട്ടോ, ഒലിവറിൻ്റെ ടെസ്റ്റിലും ബുക്കിലും ഒക്കെ. അങ്ങനെ ഒലിവറിൻ്റെ സ്കൂൾ ഐറ്റംസ് എല്ലാം ഞങ്ങൾ ഈ ചായ ലീവിന് പോകുന്നതിന് മുമ്പ് തന്നെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ബൈൻഡിനാനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ട് പപ്പ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ രാവിലെയൊക്കെ വന്ന് അതെല്ലാം പപ്പ ചെയ്ത് തന്ന് പേരൊക്കെ എഴുതി തന്ന് ചായം ബൈൻഡ് ചെയ്തൊക്കെ തരാമെന്നൊക്കെയാണ് പറഞ്ഞപ്പം പോകുന്ന ആ ലീവിൻ്റെ ഒരു ടൈമിൽ സമയം കിട്ടാത്തത് കൊണ്ടാണ് അത് ചെയ്യാത്തത്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ ചായനും പോയിട്ടുള്ളത്. ഇതിലവൻ്റെ പ്രോഗ്രസ് കാർഡും സ്കൂൾ ഡയറിയൊക്കെയാണ്. ഇതൊന്നും നമുക്ക് കൊണ്ടുപോകേണ്ട റെഗുലറായിട്ടൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ അതൊക്കെ എല്ലാം ഒന്ന് റാപ്പ് ചെയ്തൊക്കെ വെക്കുവാണ്. അവൻ്റെ സ്കൂൾ ഐറ്റംസ് ഈ ചായൻ ഡൽഹിയിൽ നിന്നാണ് മേടിച്ചത്. അതിൽ നിന്ന് മേടിക്കാത്ത സാധനങ്ങൾ നമ്മൾ ബാക്കിയുള്ളത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുമ്പേ തന്നെ സെറ്റാക്കി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ടൈമായിട്ട് ഒലിവർ എണീറ്റിട്ടില്ല. പപ്പയും അമ്മയൊക്കെ അവനെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞാനും അങ്ങോട്ടെത്തി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സ്കൂളിൽ പോണം, എണീക്ക്. ദീ ഇങ്ങോട്ട് നോക്കിയേ, എന്റെ മേരിഗിരി പോണം. ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ഇങ്ങനെ ഉറങ്ങിയാലേ സ്കൂളിൽ പോകാൻ പറ്റൂല. പപ്പ വന്ന് നമുക്ക് മതി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനെ ഒലിവർ എണീറ്റ് മുഖമൊക്കെ കഴുകി പല്ല് വയ്ക്കാൻ പോവാണേ. എന്തായാലും വലിയ ബെത്തപ്പാടില്ലാതെ പല്ല് തേപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ പ്രയർ ചെയ്യുവാണ് കേട്ടോ. അങ്ങേ ആരാധിപ്പാനും കിട്ടിയ നല്ല സമർപ്പണത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഭാവിയുടെ ബലഹീനമായി ഞങ്ങളെ ഇതുവരെ കാത്തു പരിപാലിച്ചല്ലോ. ദൈവമേ, ഞങ്ങളെ ഒരു വർദ്ധം ഇന്ന് വിദ്യാഭ്യാസത്തിനായ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുന്നു. ദൈവമേ ഒരുങ്ങണം. പഠനത്തിൽ കൂടെ ഇന്ന് സഹായിച്ച് ധൈര്യമായി ദൈവമേ പഠിച്ച് വലിയ നിലയിലെത്തിച്ചേരുവാൻ തക്കണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മതി മതി മതി. അങ്ങനെ നമ്മുടെ ജോനാഥാനിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ജിത്തു ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് ജോനാഥാനിൽ പോകാനായിട്ട് പറ്റി. നേരെ പപ്പയുടെ കല്ലറയിലോട്ടാണ് ആദ്യമായിട്ട് പോകുന്നത്. പപ്പയെ നേരിട്ട് തന്നെ ഒലിവർ പോകുന്നതിൻ്റെ ഒന്ന് പറയാനായിട്ടും ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടാണ് കേട്ടോ സ്കൂളിലോട്ട് പോകുന്നത്. ഞാൻ പഠിക്കാൻ പോവേണ്. ബുദ്ധി നൽകണേ.
കാക്കണേ, അനുഗ്രഹിക്കണേ. ഉമ്മ അടുത്ത് പോവാ. വാ പോവാ. ഇങ്ങനെ തൊടടി. മതി പോവാ. ഒരു 9:30-10 മണിക്കാണ് സ്കൂളിൽ പ്രവേശനോത്സവമായിട്ടൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ നമ്മളൊരു സമയവും ഒരു കറക്റ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തിയപ്പോൾ ഓരോരുത്തരൊക്കെ വന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജോനാഥാനെ ഒരു സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്തിട്ട് നേരെ സ്കൂൾ ഓഡിറ്റോറിയത്തിലോട്ട് നമ്മൾ പോവുമായിരുന്നു. It gives immense pleasure to welcome you all to our colorful and joyful entrance festival celebration. Now, go, I will help you. Speak and I will teach you what to say. Gracious Lord, as we begin our new academic year, make us grow in wisdom. Help us to understand what is knowledge. We know that you are the true source of knowledge. Education. On behalf of the management, staff, students and Dear respected Principal Bushma teacher, Vice Principal teachers. Jinsmith Devi, Luca Sarah and Jim. From class 1st to 9. സ്കൂൾ വെൽക്കമിങ് കഴിഞ്ഞ് വെൽക്കം ബോർഡിൽ ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ ഒലിവറിൻ്റെ ക്ലാസ്സിലേക്ക് ഞങ്ങൾ പോകുമായിരുന്നു. ഇന്നവർക്ക് ക്ലാസ്സായിട്ടൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് പേരൊക്കെ എല്ലാം വിളിച്ച് എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് ഞങ്ങളോടെ തന്നെ ഒലിവർ വരായിരുന്നു. ഇത് ഒലിവറിൻ്റെ കൂടെയുള്ള കുഞ്ഞാണ് കേട്ടോ. ഒലിവർ ടിഫിൻ കഴിച്ചപ്പോൾ അതിനും കൂടെ കൊടുത്തതാണ് കേട്ടോ. ഫ്രണ്ടാണോ ഇത്? അങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒലിവർ സ്വന്തമായിട്ട് തന്നെ കേട്ടോ സ്കൂൾ ബാഗും ലഞ്ച് ക്യാരിയറും എല്ലാം പിടിച്ച് വെച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവൻ തന്നെ എല്ലാം സ്വന്തമായിട്ട് എടുക്കുന്നത് ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഒരു ഉച്ച സമയമാണ്. അപ്പോൾ ലഞ്ചിൻ്റെയൊക്കെ ടൈം ആണെങ്കിൽ നമ്മൾ ഫുഡെല്ലാം വീട്ടിൽ വെച്ചതുകൊണ്ട് പുറത്തുനിന്നൊന്നും കഴിച്ചില്ല. നേരെ എന്തെങ്കിലും കൂളായിട്ടാവാൻ വേണ്ടിയിട്ട് ഒരു കൂൾ ഡ്രിങ്ക് കുടിക്കാനായിട്ട് നമ്മൾ നേരെ ഒരു ഷോപ്പിലേക്ക് വന്നു കേട്ടോ. നമ്മുടെ രാധാസിൻ്റെ അടുത്ത് തന്നെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആ കടയിലാണ്. അപ്പോൾ എന്ത് കൂൾ ഡ്രിങ്ക് ആയിട്ട് കുടിക്കാനായാലും ഞാനിപ്പോൾ ഇവിടെയാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ ഇത് ഫേവറേറ്റ് സ്പോട്ടായി. അതിനുശേഷം ഞങ്ങൾ നേരെ കുഞ്ഞമ്മയുടെ അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു കൊച്ചപ്പൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട്.